കുറച്ച് ദിവസമായിട്ട് അച്ഛനോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കാം. എന്താ മകനെ, നീ പറഞ്ഞോ, എന്താണ് കാര്യം? അച്ഛൻ അന്ന് അവളോട് പറഞ്ഞില്ലേ, അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൾ വളരെ ദേഷ്യത്തിലാണ്. അവളോട് ഞാൻ എന്തു പറഞ്ഞു എന്നാ? അവിടെ ഗ്യാസിൽ പാല് വെച്ചു, പാല് തിളച്ച് പോയി, ഗ്യാസ് അണഞ്ഞു. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അടുക്കള മുഴുവൻ ഗ്യാസിന്റെ സ്മെല്ലാണ്. അവളാണെങ്കിൽ മൊബൈലും പിടിച്ചു നിൽക്കുന്നു. എനിക്കിത് ഓഫാക്കാനൊന്നും അറിയില്ല കുട്ടിയെ. അപ്പൊ ഞാൻ അത് അവളോട് പറഞ്ഞു. പിന്നെ ഇത് അപകടം പിടിച്ചൊരു കാര്യമായതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് ചീത്ത പറഞ്ഞു, അത്ര തന്നെ ഉള്ളു. അല്ല പ്രത്യേകിച്ച് അവളോട് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കുട്ടിയെ. അച്ഛൻ അവളുടെ സ്വഭാവം അറിയാവുന്നല്ലേ? ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ അവളെ. അവൾ പറഞ്ഞ എന്നാ അറിയോ, ഞാൻ ഇങ്ങനെയാ, അച്ഛൻ്റെ സ്വഭാവം ഇങ്ങനെയാണെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ പോകുന്നു. അല്ലേ, സ്വന്തം ഭാര്യയെ നിലത്ത് നിർത്താൻ കഴിയാത്തതാണ് എൻ്റെ മകന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്, അറിയോ? ഇവിടെ തെറ്റ് ശരിയല്ല ഇവിടെ നോക്കുന്നത്. ഇപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്ത് തീരുമാനം? അച്ഛൻ കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നുള്ള ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയല്ലോ എനിക്ക് തോന്നുന്നു. ഈ വീട്ടിൽ നിന്ന് ഞാൻ മാറി നിൽക്കാൻ എവിടേക്ക്? രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിൽ ഞാൻ എവിടേക്ക് മാറാനാണ്? എൻ്റെ ദൈവമേ, നീ എന്നെ ഇവിടെയും പരീക്ഷിക്കുകയാണോ? അല്ല അച്ഛാ, ഞാൻ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണല്ലേ പറഞ്ഞു. നമ്മുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു. അവിടെയാണെങ്കിൽ അച്ഛനെ പോലെ ഉള്ളവരാണ് എല്ലാവരും. അച്ഛൻ അപ്പോൾ അവരോട് കൂടി സമാധാനത്തെ സന്തോഷമായിട്ട് പോകാൻ അച്ഛനും സാധിക്കും. ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് പോയി വന്നാൽ ഞാൻ അച്ഛനെ അതാ ഇത് പറയാനാണ് ഞാൻ അച്ഛനോട് വന്നത്. അപ്പൊ നിങ്ങളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ് അല്ലേ? ശരി, നിങ്ങളുടെയൊക്കെ തീരുമാനം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഞാൻ എപ്പോഴാണ് പുറപ്പെടേണ്ടത് അത് മാത്രം എൻ്റെ കുട്ടി എന്നോട് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ രാവിലത്തെ 8 മണിത്തെ വണ്ടിക്ക് പോകാം. ഞാനും വരാം അച്ഛനെ കൊണ്ടാക്കാൻ. അച്ഛൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ വേറെ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. സന്തോഷമായി കുട്ടിയെ, ഈ അച്ഛന് സന്തോഷമായി. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ, എൻ്റെ കൊച്ചുമക്കളെ കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള കാര്യം. മകനെ, നീ ഒരു കാര്യം ഓർത്തോ, പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചപ്ലാവില ചിരിക്കും. എൻ്റെ കുട്ടിക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി നിന്റെ കുട്ടികളെ നീ നന്നായിട്ട് വളർത്തണം. പിന്നെ നാളെ ഞാൻ പുറപ്പെടുമ്പോൾ എന്നെ കൊണ്ടാക്കാൻ നീ വരണമെന്നില്ല. കാരണം എന്നെ അനാഥാലയത്തിലാക്കിയിട്ട് എൻ്റെ മകൻ തിരിച്ചു പോരുന്നത് കാണാനുള്ള കരുത്ത് ഈ വൃദ്ധനില്ല മകനെ, ഇല്ല.